ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അൽഫാം ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് തൈര്, ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ്, 1 ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി മാറ്റിയെടുത്ത നമ്മുടെ ചിക്കന് നിങ്ങൾ ഇതേപോലെ നമ്മുടെ ഈ ഒരു തൈരിൻ്റെ സുർക്കയുടെ ഈ ഒരു വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റോ അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വരെ നമ്മളിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് നമ്മളെ ചിക്കനൊക്കെ കഴുകിയെടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ചിക്കൻ നമ്മൾ റെഡിയാക്കി വരുമ്പോൾ നല്ലൊരു ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടും. നല്ലൊരു മസാലകളൊക്കെ കയറി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് കിട്ടും. 1 മണിക്കൂർ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാൻ നമ്മളിതാ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, അതിനോടൊപ്പം തന്നെ 1/4 ടേബിൾ സ്പൂണ് ഗരം മസാല, 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണും കുറച്ചുമായിട്ട് നമ്മളിതിലേക്ക് മന്തി മസാല. ഇനി ഇതിന് പകരം ഏത് അറബിക് മസാല വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചെറിയ ജീരകം ചതക്കി എടുത്തിട്ടുള്ളതാട്ടോ. നിങ്ങൾക്കിത് വറുത്ത് പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുരു ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പിഴിഞ്ഞ് എടുക്കും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ, അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മസാല നല്ലപോലെ ഒന്ന് കൈവച്ചൊന്ന് തിരുമ്മിയെടുക്കുക. അപ്പോൾ നമ്മുടെ അൽഫാം ചിക്കനാണ് റെഡിയാക്കി എടുക്കുന്നത്. അത് കാരണം നമുക്കിനി ഇതിലേക്കുള്ളൊരു പച്ച മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻ മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പുതിനയില എടുത്തിട്ടുണ്ട്, 1 സവോള എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് സ്പൈസി ആയിട്ടാണ് നമ്മൾ ഈ ഒരു മസാല റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഗ്രീൻ മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത ആ ഒരു മസാലയിലേക്ക് നമുക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ അരമണിക്കൂറിലും കൂടുതലായിട്ടും നമ്മുടെ ചിക്കൻ നമ്മൾ തൈരിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇടാം. ഞാനിപ്പോൾ ഫ്രീസറിലാണ് വെച്ചെടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് പകരം നിങ്ങൾക്ക് മീറ്റ് മസാല ചേർക്കാം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലപോലെ കണ്ടില്ല, അതിൽ നിന്ന് നല്ല ചെറിയ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മളിത് ഫ്രീസറിലേക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല കൂളായിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റെയിനറിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ വേണം നമ്മൾ ഈ ഒരു മസാല പിടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഞാനിതാ നമ്മുടെ ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ള മസാല മുഴുവനായിട്ടും നമുക്കിതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിത് ആവശ്യത്തിന് നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാത്രം എടുത്താൽ മതി. ബാക്കി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ചിക്കനൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ മസാല പുരട്ടിയിട്ടൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ടും എടുക്കുന്നില്ല, ഒരു 3 ടേബിൾ സ്പൂണേ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി ഞാനിതാ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മസാല പുരട്ടി വെക്കാം. നമുക്കിത് ഫ്രീസറിലേക്ക് തന്നെ ഒരു അരമണിക്കൂറും കൂടെ നമുക്കൊന്ന് വെച്ചെടുക്കാം. നമ്മളിതാ നല്ലപോലെ എല്ലായിടത്തും നമ്മുടെ ചിക്കനിലേക്കുള്ള മസാലയൊക്കെ പിടിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിനി റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ 1 കിലോന് അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് കഴുകി നമുക്കൊന്ന് കൊണ്ടുവരാം. ഒരു 6-7 പ്രാവശ്യമെങ്കിലും ഒന്ന് നമ്മളിതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു ടേബിൾ സ്പൂണ് മല്ലി എടുത്തിട്ടുണ്ട്, ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്, മുഴുവനായിട്ടുള്ള കുരുമുളക്, ചെറിയ ജീരകം ഒന്ന് വറുത്ത് പൊടിച്ചിട്ടുള്ളതാട്ടോ, ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞു പോയിട്ടില്ല. പിന്നെ ഇതാ 1/4 ടീസ്പൂണിലും താഴെ ആയിട്ട് ഗരം മസാല എല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉണക്ക നാരങ്ങ വേണം, ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് മന്തി മസാല, 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ഓയിലും. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മല്ലി, മാഗി ക്യൂബ് എല്ലാം ചേർത്ത് മാഗി ക്യൂബ് ഒന്ന് നല്ല പോലെ ഒന്ന് നമ്മളിതേപോലെ ഒന്ന് ഒരു തവി വെച്ച് ഒന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റിയെടുത്ത് നമ്മുടെ റൈസ് ചേർത്ത് നമുക്കൊന്ന് വറുത്ത് എടുക്കണം. നല്ലപോലെ ഒന്ന് എല്ലാ വശവും ഒന്ന് ആയി വരുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ റൈസ് തമ്മിലൊന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം. മന്തി മസാല ചേർക്കാം. നല്ലപോലെ ഒന്ന് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം ഒഴിച്ചു. ഞാനിവിടെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 പിടിയോളം നമുക്ക് അരി കൂടുതലുണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് ഞാനിവിടെ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ട്, നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ
നമ്മുടെ ചോറിൻ്റെ ഒരു രീതിയിൽ വട്ടത്തിൽ നമ്മൾ അലുമിനിയം ഫോയിൽ 2 ഷീറ്റിലായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു സ്ക്വയർ വെച്ച് നമുക്കൊന്ന് കുത്തി കൊടുക്കാം. ഇതേപോലെ നമ്മുടെ ചോറിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ആ ഒരു ഗ്രേവി ഇറങ്ങി വരുന്ന രീതിയിൽ വേണം നമ്മൾ ഹോൾ ഉണ്ടാക്കി കൊടുക്കാൻ. ഇപ്പോൾ നമ്മൾ നല്ല പോലെ ഇതേപോലെ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കാം. നമ്മളിവിടെ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ചിക്കൻ ഇതിൻ്റെ മീതൊക്കെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ചിക്കൻ്റെ മീതക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കും. ഇതേപോലെ ഫോയിൽ പേപ്പർ ഒന്ന് സെറ്റാക്കി വെക്കും. നല്ല കവറിങ് ആയിട്ട് തന്നെ ചെയ്തെടുക്കും. അപ്പോൾ ഇനി ഞാനൊരു 20-25 മിനിറ്റോളം നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റൈസ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് എന്തായി എന്നൊന്ന് നോക്കാം. വെന്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ 2 ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഒട്ടും നമ്മൾ ആവി പോവാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. നമ്മുടെ ചിക്കന് വെന്തോ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇതാ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചിക്കന് എന്തായെന്നൊന്ന് നോക്കാം. അതാ നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇത്രയും മതി കേട്ടോ. അത്യാവശ്യം നല്ലപോലെ വെന്തിട്ട് കണ്ടല്ലോ. നമ്മൾ തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമ്മൾ ഈ ഒരു ചിക്കൻ നമ്മൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ എടുത്ത് മാറ്റിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇപ്പം നമ്മുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയെടുത്തിട്ടില്ല ഈ ഒരു വെള്ളം നമുക്ക് നമ്മുടെ ഈ ഒരു റൈസിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മുടെ ആ ഒരു മസാലയൊക്കെ നമ്മുടെ ഈ ഒരു റൈസിലേക്ക് നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് നമുക്കൊന്ന് കണ്ടില്ലേ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ചോറ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അധികം കുഴഞ്ഞു പോവാത്ത രീതിയിൽ നമ്മുടെ ആ ചിക്കൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ നമ്മുടെ ഈ ഒരു റൈസിലേക്ക് അങ്ങ് ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ മന്തി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ റെഡ് ഫുഡ് കളറും യെല്ലോ ഫുഡ് കളറും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് ഒരു 4 പച്ചമുളകും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഇതേപോലെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ നമുക്കൊന്ന് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതേപോലെ ഒന്ന്
ഇതിന് പകരം നിങ്ങൾക്ക് ഓവനിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരു വശം നമുക്കായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് ചിക്കൻ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ റൈസിൻ്റെ മീതൊക്കെ അങ്ങ് വെച്ച് കൊടുക്കാം. പിന്നെ ഇതാ ഞാൻ സ്റ്റൗവിലേക്ക് നമ്മൾ ചാർക്കോളൊന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇതേപോലെ സെൻറ്ററിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത ആ ഒരു അലുമിനിയം ഫോയിൽ തന്നെ നമ്മളൊന്ന് സെറ്റാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ മന്തിയിലേക്കുള്ള ഗ്രീൻ ചട്നി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ മല്ലിയില, പുതിനയില, സവോള, ചെറിയ കഷ്ണം വെളുത്തുള്ളി, തൈര്, ഉപ്പ് ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ ഗ്രീൻ ചട്നി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതാ നമ്മുടെ മന്തി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് സ്മോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു അലുമിനിയം ഫോയിലൊന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. നല്ല പോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്മെല്ലും കൂടെ വരുന്നുണ്ട്. അതാ നമ്മുടെ ചിക്കൻ മന്തി നമ്മളിവിടെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അൽഫഹാം ചിക്കൻ മന്തി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മന്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.